ജിം ബ്രോസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഇന്നും ജിമ്മിലോട്ട് പോകാൻ തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ചെറിയൊരു കുട്ടി ബാൽക്കണി ഉണ്ട്. സോ ഇവിടെ ഇങ്ങനെ ഒരു 2 minutes വാക്ക് ചെയ്ത് ഇന്നത്തെ എന്തൊക്കെ വർക്കൗട്ട്സ് വേണം എപ്പോഴും ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. പോണതിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, കുറച്ചൊരു ഐഡിയ ഒക്കെ വേണം. ഇല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ ആകെ മൊത്തം നമ്മൾ കൺഫ്യൂസ് അടിച്ചിട്ട് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ആലോചിച്ചിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നിങ്ങളും ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് പ്ലാൻ ചെയ്യുക, എന്താണ് അവിടെ പോയി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ എൻ്റെ ആസ് യൂഷ്വൽ പ്രിപ്പയർ ചെയ്യാനുള്ള സംഭവങ്ങളായ വേ വെച്ചിട്ടുണ്ട്. ഇത് മൈപ്രോട്ടീൻ്റെ വേ ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. കാരണം ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യണ വേ ആണ്, നല്ല എഫക്റ്റീവാണ്. അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല, ഈവൻ നിങ്ങൾ ലാക്ടോസ് ഇൻടോളറൻറ്റ് ആണെങ്കിലും. ഓക്കെ, പിന്നെ പ്രീ വെച്ചിട്ടുണ്ട്, അതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് പാക്ക് ചെയ്യണം നമ്മൾ ബാഗിൽ. സോ അതിന് മുന്നേ ഇന്ന് ഷൂസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം ജിം പോവാൻ. Please Lord give me a sign, a sign. I feel like I'm losing my mind. നമ്മളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും ഒരു ടിപ്പ് തരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷൂസ്. എങ്ങനത്തെ ഷൂസ് വാങ്ങിക്കണം, ജിമ്മ് പോണെങ്കിൽ എത്ര കോസ്റ്റ്ലി ഷൂസ് വാങ്ങിക്കണോ അതോ കുറച്ച് റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള നോർമൽ ഷൂസ് വാങ്ങിച്ചാൽ മതിയോ, ഇങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് ഉണ്ട് ഇല്ലേ. ഞാൻ ആക്ച്വലി ഇപ്പൊ യൂസ് ചെയ്യണത് അത്ര വലിയ ബ്രാൻഡ് ഒന്നുമല്ല, ഡെക്കാത്തലോണിന്റെ നോർമൽ ഷൂസ് ആണ്. കാരണം ഇത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഫ്ലാറ്റ് ഷൂസ് വേണം നമ്മൾ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാണ് ഹെവി ആയിട്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ. പക്ഷെ ഞാൻ യൂഷ്വലി ലൈക്ക് ബെയർ ഫൂട്ട് ആണ് ലിഫ്റ്റിംഗ് വെയിറ്റ്സ് ചെയ്യാറുള്ളത്. ഈവൺ ലെഗ് ഡേ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ലൈക്ക് ഇൻ മൈ വീഡിയോസിന് ഞാൻ ഇനി അത് കാണിച്ചു തരാം. ഞാൻ യൂഷ്വലി ബെയർ ഫൂട്ട് ആണ് ചെയ്യാറ്, എനിക്ക് അതാണ് കൂടുതൽ ഗ്രിപ്പ് ഉള്ളത്. അപ്പൊ നിങ്ങൾ യൂഷ്വലി ജിമ്മൊക്കെ പോകണം കാരണത്തെ രീതിയിൽ ഇങ്ങനത്തെ ഷൂസ് മേടിച്ചാൽ മതി. ഓക്കെ, ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. സോ ഇറ്റ് വോണ്ട് ക്രിയേറ്റ് എ ഹോൾ ഇൻ യുവർ പോക്കറ്റ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനൊന്നും ആവണ്ട. ഓക്കെ, അപ്പോൾ നല്ലൊരു ഷൂസ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വാക്ക് അറൗണ്ട് ചെയ്യാൻ പറ്റും. അത് വളരെ മാറ്റർ ചെയ്യും. അതിപ്പോൾ ഈവൻ കാർഡിയോ ആണെന്നുണ്ടെങ്കിലും അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ലൈക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമിലും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റണ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിട്ട് ജിമ്മ് പോകാനും കംഫർട്ടബിൾ ആണെങ്കിൽ ടോട്ടലി കൂൾ. അങ്ങനെ ഇന്ന ഷൂസ് മാത്രം അങ്ങനെയൊന്നുമില്ല. പിന്നെ സം ജിമ്മിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റൂൾസ് ഉണ്ടായിരിക്കും. ലൈക്ക് നിങ്ങൾ പുറത്ത് നിന്നുള്ള ഷൂസ് ഇട്ടിട്ട് ഉള്ളിൽ വരരുത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷൂസ് സെപ്പറേറ്റ് ക്യാരി ചെയ്യേണ്ടി വരും. പക്ഷേ എൻ്റെ ജിമ്മിൽ അങ്ങനത്തെ സീനൊന്നുമില്ല. ലൈക്ക് ഐ ക്യാൻ ജസ്റ്റ് ഗോ ലൈക്ക് ദിസ്. അവിടെ ക്ലീനിങ് ഒക്കെ ഡെയിലി നടക്കണ കാരണം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ നമ്മളെല്ലാം സെറ്റായി ഗൈസ്. ഇനി നമുക്ക് ജിമ്മിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇന്ന് എൻ്റെ വണ്ടി ചെറുതായിട്ടൊരു പണി തന്നു. അപ്പോൾ നമ്മൾ നടന്നു പോവാണ്. ജിം അടുത്തായത് എൻ്റെ ഭാഗ്യം, അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോവാണ്. ഇന്നത്തെ മോർണിംഗ് കാർഡിയോ ഓൾറെഡി ഇവിടെ തന്നെ ആയി. എന്നൊക്കെ വന്നാലും ജിമ്മ് ക്യാൻസൽ ചെയ്യില്ല, അതാണ് നമ്മളുടെ സ്ട്രെങ്ത് അല്ലേ. ജിം ബ്രോസ്, ദാറ്റ് ഈസ് അവർ പവർ. അപ്പോൾ ഇന്നപ്പോൾ കാർഡിയോ ഞാൻ ഇവിടെ തന്നെ ഓൾറെഡി ചെയ്തു പോണ കാരണം ഞാൻ അവിടെ ചെന്നാൽ ഡയറക്റ്റ് സ്ട്രെച്ചിങ്ങിലോട്ടായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുക. സോ ഒരു കണക്കിന് അതും നല്ലതാണ്. സോ എത്താറായി, ജസ്റ്റ് ഒരു 3 minutes അത്രേ ഉള്ളൂ. ആക്ച്വലി ഇന്ന് നല്ല വിൻഡിയാണ്. ഞാൻ ആസ് യൂഷ്വൽ മൈക്കൊന്നും എടുത്തിട്ടില്ല. ഓഡിയോ ക്ലിയർ ആയി വരുന്ന എക്സ്പെക്ട് ചെയ്ത് ഉറക്കെ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ നോയിഡയിൽ. അപ്പോൾ നമ്മൾ ജിമ്മിലെത്തി. ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒരു 5 minutes വാക്കേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ നവരാത്രി സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ജിമ്മ് കുറച്ചൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ജിം പോയപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണം. ഇവിടെ ഇത് വലിയൊരു സെലിബ്രേഷനാണ്. എല്ലാ ജിമ്മിൻ്റെയും വേറൊരു പ്രത്യേകതയാണിത്. എല്ലാ ജിമ്മിക്കും കയറി പോകാൻ സ്റ്റേജസ് തന്നെ കയറണം. പിന്നെ നമുക്കിവിടെ നല്ല ഭംഗിയുള്ള ഡെക്കറേഷനൊക്കെ ഉണ്ട്, കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആസ് യൂഷ്വൽ ബാക്ക് ആൻഡ് ബൈ ആണ് ഇന്ന് ഹിറ്റ് ചെയ്യാൻ പോണത്. ജിം ഓൾമോസ്റ്റ് കാലിയാണ്, ഇന്നും കാലിയാണ്. ഐ തിങ്ക് നവരാത്രി സീസൺ ആയതുകൊണ്ട് ജിമ്മിലെ ആൾക്കാരൊക്കെ കുറച്ച് കുറവാ. ആക്ച്വലി അത് നല്ലതാണ്. എനിക്കിങ്ങനെ കാലിയായിട്ടുള്ള ജിം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ സമാധാനമായി ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യാം. ഇതാണ് റെസിസ്റ്റൻസ് ബാൻഡ്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. സ്ട്രെച്ചിങ് നമ്മൾ ഫോഴ്സ്ഡ് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഹെൽപ്പ് ആവുമല്ലോ. അപ്പോൾ നമ്മുടെ സാമഗ്രികളെല്ലാം ഇവിടെ വെച്ചു. സോ പക്ക മലയാളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലേ ലാംഗ്വേജ്. പക്ഷെ ഒരു കണക്കിന് എനിക്കത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. ബിക്കോസ് എനിക്കിവിടെ മലയാളത്തിൽ സംസാരിക്കാൻ അധികം പേരൊന്നും ഇല്ലാത്ത കാരണം നിങ്ങളായിട്ട് ഞാൻ മലയാളം തിരുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പ്രീ വർക്കൗട്ട് ഞാൻ ഇപ്പോൾ എടുക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. ബിക്കോസ് ഞാൻ ഇപ്പോൾ ഒരു ബ്ലാക്ക് കോഫി കുടിച്ചിട്ടാണ് വരണത്. ശേഷം ഇപ്പം തന്നെ പ്രീ വർക്കൗട്ടൊക്കെ കുടിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം നമുക്ക്. സോ സ്ട്രെച്ചിങ്ങിനുള്ള ബാൻഡ് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രെച്ചിങ് ഏരിയയിലോട്ട് പോവാം. പിന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ചെയ്യാറുള്ള സ്ട്രെച്ചസ് ഒക്കെ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതിനും കൂടുതൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ വീഡിയോ വലുതാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് സ്ട്രെച്ചസ് മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ്. സോ നിങ്ങൾക്ക് അപ്പർ ബോഡി സ്ട്രെച്ചസ് മാത്രം, അതുപോലെ ലോ ബോഡി സ്ട്രെച്ചസ് മാത്രം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണത് പുൾ ഡൗൺസ് വെച്ചിട്ടാണ്. അണ്ടർ ഹാൻഡും അതുപോലെ തന്നെ നോർമൽ ഗ്രിപ്പും രണ്ടും വെച്ചിട്ട് പുൾ ഡൗൺസ് ചെയ്യാണ്. ഒരു 20 റെപ്സ് വെച്ചിട്ട് വാം അപ്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ റോയിങ്ങിലോട്ട് പോവാണ്. ഇനി ഇൻക്ലൈൻ ബെഞ്ച് റോയിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റോയിങ് സ്റ്റാർട്ടിങ് വാം അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 5 സെറ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻച്വലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ്. 10 kg 20 kg അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yo, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway, and in the driveway. നിങ്ങളിപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് ജിമ്മിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും വെയിറ്റിനേക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ മസിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ടാർഗറ്റഡ് മസിൽ യൂസ് ചെയ്യാതെ എന്ത് എക്സസൈസ് ചെയ്താലും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. സോ ആ കാര്യത്തിൽ നന്നായിട്ട് മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ വെയിറ്റിലാണെങ്കിലും ചെറിയ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല റെപ്സായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. I never answer to no, man, I still go. Go, 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 go. നെക്സ്റ്റ് ഞാൻ ചെയ്യണത് ഒരു സൂപ്പർ സെറ്റാണ്. ലാറ്റ് പുൾ ഡൗണും അതുപോലെ മിഡ് ഗ്രിപ്പ് റോയിങ്ങുമാണ് ചെയ്യണത്. ടോട്ടൽ ഒരു 5 സെറ്റാണ് വെച്ചിരിക്കുന്നത്. സോ ആദ്യം ലാറ്റ് പുൾ ഡൗൺ ചെയ്യാണ്, അതിനുശേഷം സൂപ്പർ സെറ്റായിട്ടുള്ള മിഡ് റോയിങ്ങിലോട്ട് മാറിയിരിക്കും. That's why they say, fake it till you make it A. And if you play that game, then you just might make a change. Rearrange all the bad to okay. Take the worst thoughts saying, turn them to a game. Take the best thoughts saying, put them on display. On repeat in your brain till you're feeling no more pain. Never slow yourself down, you can do some more. Push past all the pain and you'll find a door. Open it up and finally explore everything that you thought you could never do before. And even when you feel low, you can still go. ചെയ്യണത് ബൈസെപ്പിൻ്റെ ഒരു 2-3 എക്സസൈസുകൾ ചെയ്യാമെന്ന് വെച്ചു. അറ്റ്ലീസ്റ്റ് ഒരു 2 എണ്ണമെങ്കിലും ഹിറ്റ് ചെയ്യണമെന്നുണ്ട്. സോ ഇത് ഇൻക്ലൈൻ ഡംബൽ കേൾസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. അയ്യോ, നല്ല ടയർഡാണ്, നല്ല വിശപ്പുണ്ട്. എപ്പോഴും വർക്കൗട്ട് കഴിയുമ്പോഴേക്കും
വേ കുടിക്കാൻ ഇങ്ങനെ ലൈക്ക് ആർത്തി പിടിച്ചിരിക്കും. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി എല്ലാം പെറുക്കി അടുക്കി സെറ്റാക്കട്ടെ. ഓക്കെ, സോ ഇന്നത്തെ വർക്കൗട്ട് നന്നായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് ഇന്ന് പെർഫോം ചെയ്യാൻ പറ്റി. സോ ഇറ്റ് ഡിപ്പെൻഡ് ചെയ്യും. ചില ദിവസങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ചില ദിവസങ്ങൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക എനർജി ഫീൽ ആവത്തില്ല. സോ അതൊക്കെ നോർമലാണ്. ഹാപ്പി വരിക അങ്ങനത്തെ കാര്യം. എടുത്തു. ഇനി നമ്മൾ ജിമ്മിൻ്റെ പുറത്ത് പോയിട്ട് ആസ് യൂഷ്വൽ വേ കുടിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടൻസാണ് എൻ്റെ ചാനലിൽ കാണാൻ താല്പര്യം എന്നുള്ളത് പറയാൻ മറക്കരുത്. ഞാൻ സ്ട്രെച്ചിങ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അതും കൂടെ മെൻഷൻ ചെയ്യാം. സോ നമുക്കിനി വേക്കുള്ള വെള്ളമൊക്കെ എടുക്കാം. ഇവിടെ നമുക്ക് ഫിൽറ്റർ ഉണ്ട്. സോ നമ്മളിവിടുന്ന് വെള്ളമെല്ലാം എടുത്ത് വെള്ളം കുടിക്കും. എനിക്ക് ഒരു ടുക്ക് കിട്ടി. ഇത് നല്ല രസമുള്ളൊരു വണ്ടിയാണ് ആക്ച്വലി. ഇങ്ങനെ ഓപ്പണായിട്ട് പോവാം നമുക്ക്. സോ എത്രമാത്രം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ബട്ട് ഇത് നല്ല ഓപ്പൺ എയറിൽ ഇങ്ങനെ സുഖമായി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. വീട് അടുത്തായതുകൊണ്ടും ഞാനിങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ അപ്പം തന്നെ ഒരു ടുക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങോട്ട് പോയേക്കാം. ഇതാണ് ഞാൻ വന്ന വണ്ടി. ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ ജിം ബ്രോസ് ടുഡേസ് വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എന്ത് കണ്ടൻസ് ആണ് എൻ്റെ ചാനലിൽ വേണ്ടതെന്നുള്ളതും കൂടെ അങ്ങോട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ പോസിറ്റീവ് വൈബ്സ് ആൻഡ് ടാറ്റാ. Everybody in the world blind. Please Lord give me a sign, a sign. I wanna be the greatest.